ഹായ് എവരിവൺ. ഇന്നത്തെ വീഡിയോ സെഷനിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫെസിലിറ്റി ഓർ പ്ലാൻഡ് ലൊക്കേഷൻ. എസ് എ ക്വസ്റ്റ്യൻ വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ വീഡിയോ വാച്ച് ചെയ്യുക. എന്താണ് ഫെസിലിറ്റി? അക്കോർഡിംഗ് ടു പ്രൊഫസർ ആസി ഡേവിസ്, ദ ഫങ്ഷൻ ഓഫ് ഡിറ്റർമിനിങ് വേർ ദ പ്ലാൻ ഷുഡ് ബി ലൊക്കേറ്റഡ് ഫോർ മാക്സിമം ഓപ്പറേറ്റിംഗ് എക്കണോമി ആൻഡ് എഫക്റ്റീവ്നെസ്. ഒരു ഫേമിൻ്റെ മാക്സിമം ഓപ്പറേറ്റിംഗ് എക്കണോമിയും എഫക്റ്റീവ്നെസ്സും ഉണ്ടാകുന്നതിന് വേണ്ടി അതിൻ്റെ പ്ലാന്റ് എവിടെ ലൊക്കേറ്റ് ചെയ്യണമെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ഫംഗ്ഷനാണ് ഫെസിലിറ്റി പ്ലാനിങ് ഓർ ഫെസിലിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പ്ലാന്റ് ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫംഗ്ഷനായിട്ട് വരിക. പ്ലാന്റ് ലൊക്കേഷൻ ഡിസിഷൻസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് once the plant is located at a particular site, then the organization has to face the pros and cons of that initial decision. നമ്മളൊരു സ്ഥലത്ത് ഫാക്ടറിയുടെ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് അവിടെ നിന്ന് മാറ്റാനൊക്കെ വലിയ പ്രയാസമായിരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡിസിഷനാണ് പ്ലാന്റ് ലൊക്കേഷൻ ഡിസിഷൻ എന്ന് പറയുന്നത്. ഇഫ് an organization is placed in a potentially satisfactory location, then it can fulfill the objectives smoothly in the long run. On the other hand, opt for a poor location does not give the expected result. നമ്മുടെ ലൊക്കേഷൻ, പ്ലാന്റിൻ്റെ ലൊക്കേഷൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലല്ല എങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിൻ്റെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യുന്നതിൽ ഫെയിലിയർ ഉണ്ടാവാനുള്ള കാരണമാവും. ഇനി നമ്മുടെ ഒരു ഫേമിൻ്റെ പ്ലാന്റ് ലൊക്കേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഫാക്ടേഴ്സാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഓർ എഫക്റ്റിംഗ് പ്ലാന്റ് ലൊക്കേഷൻ ഡിസിഷൻ. പ്ലാന്റ് ലൊക്കേഷൻ ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു 16 പോയിന്റ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നമ്പർ 1, നിയർനെസ് ടു റോ മെറ്റീരിയൽ. നമ്മുടെ പ്ലാന്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേമിന് ആവശ്യമായിട്ടുള്ള റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ റോ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി നന്നായിട്ടുള്ള ഒരു ലൊക്കേഷൻ ആയി കഴിഞ്ഞാൽ നമുക്കതിലൂടെ ഒരുപാട് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഓർഗനൈസേഷൻ ടു ഗെറ്റ് റോ മെറ്റീരിയൽ ഇൻ റൈറ്റ് ക്വാണ്ടിറ്റീസ് ആൻഡ് ടൈം ഇൻ ഓർഡർ ടു ഹാവ് എൻ അൺഇൻറ്ററപ്റ്റഡ് പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്ഷൻ ഒന്നും ഇൻറ്ററപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് ക്വാണ്ടിറ്റിയിലും ടൈമിലും നമുക്ക് റോ മെറ്റീരിയൽ അവൈലബിൾ ആവണം. This factor becomes very important if the material are perishable and cost of transportation is very high. നമ്മളുടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പെരിഷബിൾ നാച്ചുറൽ ഉള്ളതാണെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ വളരെ വലിയ രീതിയിൽ വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഈ റോ മെറ്റീരിയൽ നന്നായിട്ട് അവൈലബിൾ ആയ ഭാഗത്തായിരിക്കൽ നിർബന്ധമാണ്. നിയർനെസ് ടു റോ മെറ്റീരിയൽ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ കേസ് ഓഫ് ഇൻഡസ്ട്രീസ് സച്ച് ആസ് ഷുഗർ, സിമെൻറ്റ്, ജൂട്ട് ആൻഡ് കോട്ടൺ ടെക്സ്റ്റൈൽസ്. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ റോ മെറ്റീരിയലിൻ്റെ അവൈലബിലിറ്റി വളരെ കൂടുതലുള്ള പ്രദേശത്ത് തന്നെ ഫാക്ടറി ലൊക്കേറ്റ് ചെയ്യണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ സെക്കൻഡ് ഫാക്ടർ എന്ന് പറയുന്നത് നിയർനെസ് ടു മാർക്കറ്റാണ്. അതായത് നമ്മുടെ ലൊക്കേഷൻ മാർക്കറ്റിനോട് നിയർ ആയിട്ട് തന്നെയാണ് ഉള്ളത് എങ്കിൽ ഇറ്റ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആസ് വെൽ ആസ് ദി ചാൻസസ് ഓഫ് ദി ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ഗെറ്റിംഗ് ഡാമേജ് ഓർ സ്പോയിൽഡ് ഇൻ ദി വേ. നമ്മുടെ പ്രൊഡക്റ്റ് പെരിഷബിൾ നാച്ചുറൽ ഉള്ളതൊക്കെ ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കൺസ്യൂമേഴ്സിലേക്ക് എത്തണം, അല്ലെങ്കിൽ അത് സ്പോയിലായി പോകും, ഡാമേജ് ആയി പോകും. അപ്പോൾ നമ്മളുടെ പൊട്ടൻഷ്യൽ കൺസ്യൂമേഴ്സ് എവിടെയാണോ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഭാഗത്ത് തന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ ലൊക്കേഷൻ ഉണ്ടായിരുന്നാൽ നമുക്കത് വലിയ പ്രയോജനം ചെയ്യും. മോർ ഓവർ, എ പ്ലാന്റ് ബീങ് നിയർ ടു ദി മാർക്കറ്റ് ക്യാൻ ക്യാച്ച് എ ബിഗ് ഷെയർ ഓഫ് ദി മാർക്കറ്റ്. നമ്മുടെ മാർക്കറ്റിന് അടുത്ത് തന്നെയാണ് പ്ലാന്റ് ഉള്ളതെങ്കിൽ വലിയൊരു മാർക്കറ്റ് ഷെയർ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ക്യാൻ റെൻഡർ ക്വിക്ക് സർവീസസ് ടു ദി കസ്റ്റമേഴ്സിന് ക്വിക്കായിട്ടുള്ള സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനും അതിലൂടെ നമുക്ക് സാധിക്കും. ദെൻ മൂന്നാമത്തെ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ പ്ലാന്റ് ലൊക്കേഷനിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ലേബർ അവൈലബിൾ ആണോ എന്ന് നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും. അതായത് സ്യൂട്ടബിൾ ലേബർ ഫോഴ്സ് ഓഫ് റൈറ്റ് കൈൻഡ് ഓഫ് adequate size and at reasonable rates which its proper attitude towards work are a few factors which govern plant location to a major extent. അതായത് നമ്മുടെ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്ന ഏരിയയിൽ നമുക്ക് റെഡ്യൂസ്ഡ് കോസ്റ്റിൽ ആപ്റ്റ് നമ്പർ അത്രയും റൈറ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റിയിലുള്ള അതുപോലെ ആഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡുള്ള
ഒരു കമ്മ്യൂണിറ്റിയെ, ഒരു ലേബർ കമ്മ്യൂണിറ്റിയെ നമുക്ക് അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ് ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യേണ്ടത്. ദ പർപ്പസ് ഓഫ് ദി മാനേജ്മെൻറ്റ് ഇസ് ടു ഫേസ് ലെസ് ബോയ്ക്കോട്ട്സ്, സ്ട്രൈക്സ് ഓർ ലോക്കൗട്ട്സ് ആൻഡ് ടു അച്ചീവ് ലോവർ ലേബർ കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ പ്രൊഡക്ഷനിൽ പ്രധാനപ്പെട്ടൊരു കോസ്റ്റാണ് ലേബർ കോസ്റ്റ്. അത് റെഡ്യൂസ് ചെയ്യുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ലേബർ ടേൺ ഓവർ ഒന്നും ഇല്ലാതെ, ലോക്കൗട്ടും സ്ട്രൈക്കുകളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മുടെ ലൊക്കേഷനിൽ തന്നെ, പ്ലാന്റ് ലൊക്കേഷനിലുള്ളിടത്ത് തന്നെ ആപ്റ്റായിട്ടുള്ള നമ്പർ ലേബർ അവൈലബിൾ ആണോ അല്ലേ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം. അങ്ങനെ ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ലേബർ ഷോർട്ടേജ് ഉണ്ടാവില്ല, റെഡ്യൂസ്ഡ് കോസ്റ്റിൽ ഈ ലേബർ കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് ഫാക്ടർ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ്. നമുക്കറിയാം പ്രൊഡക്ഷൻ പ്രോസസ്സിൽ മിക്ക ഇൻഡസ്ട്രീസിലും വളരെ പ്രധാനപ്പെട്ടാണ്, അവോയ്ഡബിൾ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്നത്. വാട്ടർ ഈസ് യൂസ്ഡ് ഫോർ പ്രോസസ്സിംഗ് ആസ് ഇൻ പേപ്പർ ആൻഡ് കെമിക്കൽ ഇൻഡസ്ട്രീസ് ആൻഡ് ഈസ് ആൾസോ റിക്വയർഡ് ഫോർ ഡ്രിങ്കിങ് ആൻഡ് സാനിറ്ററി പർപ്പസസ്. അവിടെയുള്ള എംപ്ലോയീസിനും വർക്കേഴ്സിനൊക്കെ ആവശ്യമായിട്ടുള്ള സാനിറ്ററി പർപ്പസിനും അതേപോലെ ഡ്രിങ്കിങ് വാട്ടറൊക്കെ ക്ലീൻ ആൻഡ് പ്യൂർ ആയിട്ടുള്ള വാട്ടർ അവൈലബിൾ ആണോ എന്നുള്ളത് നമ്മുടെ പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കെമിക്കൽ ഇൻഡസ്ട്രി ഷുഡ് നോട്ട് ബി സെറ്റപ്പ് അറ്റ് ലൊക്കേഷൻ വിച്ച് ഈസ് ഫേമസ് ഫോർ വാട്ടർ ഷോർട്ടേജ്. വാട്ടർ ഷോർട്ടേജിന് ഫേമസ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ കെമിക്കൽ ഇൻഡസ്ട്രി ഒക്കെ അടക്കമുള്ള ഫാക്ടറികളൊന്നും ഒരിക്കലും നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്ലാന്റ് ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ആ പ്രദേശത്ത് നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിന് ആവശ്യമായതും നമ്മുടെ എംപ്ലോയീസിനൊക്കെ ഡ്രിങ്കിങ് വാട്ടർ അടക്കമുള്ള ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടുള്ള വാട്ടറിൻ്റെ അവൈലബിലിറ്റി നമ്മൾ എൻഷുർ ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ദെൻ പ്ലാന്റ് ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അവൈലബിലിറ്റി ഓഫ് പവർ ആൻഡ് ഫ്യൂവൽ. നമ്മുടെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള പവറും ഫ്യൂവലൊക്കെ നമ്മുടെ ലൊക്കേഷനിൽ ലഭിക്കുമോ? അതല്ലെങ്കിൽ പ്രത്യേകിച്ച് ചില ഇൻഡസ്ട്രീസിലൊക്കെ ധാരാളമായിട്ട് കോള് പോലെയുള്ള, ഓയിൽ പോലെയുള്ള കോമ്പോണൻസ് ഒക്കെ ധാരാളം വേണ്ടി വരും. ഇതിന് നമുക്ക് നമ്മുടെ ലൊക്കേഷനിൽ ഇതില്ല എങ്കിൽ അത് കൊണ്ടുവരാനുള്ള ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ അടക്കമുള്ള ഹ്യൂജ് എക്സ്പെൻഡിച്ചർ നമ്മൾ മീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൊക്കേഷനിൽ തന്നെ ഈ പറഞ്ഞ കോമ്പോണൻസ്, പവറും ഫ്യൂവലും വാട്ടറൊക്കെ, നേരത്തെ പറഞ്ഞ വാട്ടറൊക്കെ ഉണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണെന്ന് അർത്ഥം. നെക്സ്റ്റ് ഒരു ഫാക്ടർ നമ്മൾ പറയുന്നത് എംപ്ലോയീസിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ് അവൈലബിലിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്. അതായത് അവൈലബിലിറ്റി ഓഫ് ബേസിക് ഫെസിലിറ്റീസ് സച്ച് ആസ് സ്കൂൾസ്, ഹോസ്പിറ്റൽസ്, ഹൗസിംഗ് ആൻഡ് റിക്രിയേഷൻ ക്ലബ്സ് എക്സെട്ര ക്യാൻ മോട്ടിവേറ്റ് ദ വർക്കേഴ്സ് ടു സ്റ്റിക്ക് ടു ദി ജോബ്സ്. അവർ ജോലി ചെയ്യുന്ന പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള സ്കൂൾസും ഹോസ്പിറ്റൽസും അതർ ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട് എങ്കിൽ മാത്രമാണ് അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോലി ചെയ്യാനായിട്ട് അവർക്ക് കഴിയുള്ളൂ. ഓൺ ദി അതർ ഹാൻഡ് ചില സമയത്തെങ്കിലും നമ്മുടെ ഓർഗനൈസേഷൻ തന്നെ ഇത്തരം ഫെസിലിറ്റീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും മിക്ക എംപ്ലോയീസും ഇതൊക്കെ ഔട്ട്സൈഡ് നമുക്ക് കിട്ടും എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ടെങ്കിലാണ് അവർ ജോബിൽ സാറ്റിസ്ഫൈഡ് ആവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്ലാന്റ് ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മുടെ പ്ലാന്റ് നമ്മൾ ലൊക്കേറ്റ് ചെയ്യേണ്ടത്. നമ്മൾ നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ട് നമ്മൾ പറയുന്നത് അവൈലബിലിറ്റി ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്. രണ്ട് ആംഗിളിൽ ഇത് പ്രധാനപ്പെട്ടാണ്. സ്പീഡി ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് എൻഷുർ ടൈംലി സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ് ടു ദി കമ്പനി ആൻഡ് ഫിനിഷ്ഡ് ഗൂഡ്സ് ടു ദി കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് നമ്മൾ സാധനങ്ങൾ എത്തിക്കാനും നമ്മുടെ കമ്പനിയിലേക്ക് റോ മെറ്റീരിയൽ എത്തിക്കണമെങ്കിലൊക്കെ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, നല്ല റോഡും നല്ല പാലമൊക്കെ ഉള്ള പ്രദേശത്തായിരിക്കണം നമ്മുടെ ലൊക്കേഷൻ എന്നർത്ഥം. ദർ ആർ 5 ബേസിക് മോഡ്സ് ഓഫ് ഫിസിക്കൽ ട്രാൻസ്പോർട്ടേഷൻ: എയർ, റോഡ്, റെയിൽ, വാട്ടർ ആൻഡ് പൈപ്പ് ലൈൻ. ഈ ഫെസിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു പ്രദേശത്തായിരിക്കണം. എന്ന് പറഞ്ഞാൽ എയർ ട്രാൻസ്പോർട്ടേഷനും റോഡ് ട്രാൻസ്പോർട്ടേഷനും റെയിൽ ട്രാൻസ്പോർട്ടേഷനും ഒക്കെ അവൈലബിൾ ആയ ലൊക്കേഷനിലാണ് നമ്മുടെ ഫാക്ടറി ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ടൊക്കെ ഈസി ആയിട്ട് നടത്താൻ പറ്റും. ഗൂഡ്സ് ദാറ്റ് ആർ മെയിൻലി ഇൻറ്റൻഡഡ് ഫോർ എക്സ്പോർട്ട്സ് ഡിമാൻഡ് എ ലൊക്കേഷൻ നിയർ ടു ദി പോർട്ട് ഓർ ലാർജ് എയർപോർട്ടിൻ്റെയോ പോർട്ടിൻ്റെ ഒക്കെ അടുത്തായിരിക്കണം. നമ്മൾ എക്സ്പോർട്ട് ഒക്കെ ചെയ്യുന്ന പ്രൊഡക്റ്റാണ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ഉണ്ടായിരിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മുടെ പ്ലാൻ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നതിൽ അതിനെ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ഗവൺമെൻറ് പോളിസി. While selecting a location for the plan, it is very important to know the local existing government policies such as licensing policies, institutional finance, government subsidies, government benefits associated with establishing a unit in the urban areas or rural areas, etc. നമ്മുടെ ഗവൺമെൻറ്റിന് ഓരോ കാലഘട്ടത്തിലും ഓരോ പോളിസികൾ ഉണ്ടായിരിക്കും. അർബൻ ഏരിയയിലും റൂറൽ ഏരിയയിലൊക്കെ ഇത്തരത്തിലുള്ള ഇൻഡസ്ട്രി വരുന്നതിൽ അവർക്കൊരു പോളിസി ഉണ്ടാവും. ലൈസൻസ് ചെയ്യുന്നതിലുള്ള പോളിസികൾ ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫിനാൻസ്
ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പോളിസികൾ ഉണ്ടായിരിക്കും. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പരിഗണിച്ച് നമുക്ക് സബ്സിഡി കിട്ടുമോ, നല്ല ബെനിഫിറ്റ് കിട്ടുമോ, ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് ഉണ്ടാവുമോ എന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യാൻ പാടുള്ളൂ. ചില ലൊക്കേഷനിൽ നമ്മൾ അർബൻ ഏരിയയിലോ പിന്നെ റൂറൽ ഏരിയയിലൊക്കെ അവിടെ തന്നെ ഗവൺമെൻറ് പ്രത്യേകം എൻകറേജ് ചെയ്യുന്നുണ്ടാവും ചില പ്രൊജക്റ്റുകളൊക്കെ. അപ്പോൾ അതൊക്കെ ആ പ്രൊജക്റ്റുകളുടെയൊക്കെ എൻകറേജ്മെൻ്റൊക്കെ നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാനും ഇത് സഹായിക്കും. ദെൻ 9th ഫാക്ടർ നമ്മൾ പറയുന്നത് എൻവയൺമെൻറ്റ് റെഗുലേഷൻ ആണ്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ റീസെൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ വാർമിംഗ് അടക്കമുള്ള ഒരുപാട് ഇഷ്യൂസ്, എൻവയൺമെൻറ്റൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു പ്രദേശത്ത് ചിലപ്പോൾ നമ്മൾ ഇൻഡസ്ട്രി ഏതെങ്കിലും തരത്തിൽ നമ്മുടെ എൻവയൺമെൻറ്റിന് ഹാംഫുൾ ആയിട്ടുള്ള ഇത് വരുന്നതാണെങ്കിൽ ആ ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യാൻ പാടില്ല. ആ ഒരു രീതിയിൽ റെഗുലേഷൻസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് മാത്രമേ നമ്മുടെ ലൊക്കേഷൻ ഡിസിഷൻ എടുക്കാനായിട്ട് പറ്റുള്ളൂ. ചില ഏരിയകളൊക്കെ നമ്മൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും, എൻവയൺമെൻ്റലി ഒരു പ്രൊട്ടക്റ്റഡ് സോണൊക്കെയാണ് ചില അവിടെ നമ്മുടെ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നീട് നമുക്ക് അവിടെ നിന്ന് ലൊക്കേഷൻ മാറ്റേണ്ട ഒരു ബുദ്ധിമുട്ടൊക്കെ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മുൻകൂട്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യാൻ പാടുള്ളൂ. നെക്സ്റ്റ് ഒരു ഫാക്ടർ വരുന്നത് സേഫ്റ്റി റിക്വയർമെൻറ്റ്സ് ആണ്. നമുക്ക് നമ്മുടെ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് ദാറ്റ് ഷുഡ് മീറ്റ് all essential safety requirements. Due to air, water and sound pollution, some factories have a bad effect on the health of the people. ആളുകളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ചില ഇഷ്യൂസൊക്കെ എയർ പൊല്യൂഷനും സൗണ്ട് പൊല്യൂഷനൊക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്. ആ ഫാക്ടറികൾ നിർബന്ധമായിട്ടും അവർ ഇതിനു വേണ്ടിയിട്ടുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് എല്ലാം എടുക്കാൻ പറ്റുന്ന ഒരു പ്രദേശത്ത് തന്നെ ആയിരിക്കണം. അതായത് റെസിഡൻഷ്യൽ ഏരിയ എന്നൊക്കെ മാറിയിട്ടുള്ള ലൊക്കേഷൻ മാത്രമേ ഇത്തരം ഫാക്ടറികൾ നിർബന്ധമായിട്ടും നിർമ്മിക്കാനായിട്ട് പറ്റുള്ളൂ. സേഫ്റ്റി ഓഫ് എൻവയറൺമെൻറ്റ് മസ്റ്റ് ആൾസോ ബി ഗിവൺ പ്രയോറിറ്റി ടു ഇൻ ദിസ് റിഗാർഡ്. അതായത് ഈ ഒരു എൻവയറൺമെൻറ്റ് പോളിസിയുടെ നമ്മൾ നേരത്തെ പറഞ്ഞ റെഗുലേഷൻസിൻ്റെ ഒക്കെ പിന്നാലെ അതിനെയൊക്കെ പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഫാക്ടറി ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു ഫാക്ടർ വരുന്നത് കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡാണ്. രണ്ട് രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഒന്ന്, ചില പ്രദേശങ്ങളിലുള്ള കമ്മ്യൂണിറ്റി ഈ ഫാക്ടറികൾക്കൊക്കെ എതിരുള്ള, അതിനോട് ഒപ്പോസ് ചെയ്യുന്ന ചില ടീമുകൾ ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ അവിടെയുള്ള ലേബർ കമ്മ്യൂണിറ്റി അടക്കമുള്ള ആളുകളുടെ ഹോസ്റ്റൈൽ ട്രേഡ് യൂണിയൻ ആക്ടിവിറ്റീസ് ആർ an important factor. Locating facilities in a certain region community may not be desirable as frequent labor problems and interruptions are harmful to the plant in the long run. അതായത് നമ്മുടെ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഈ തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡാണ് ഉള്ളതെങ്കിൽ, എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാക്കുന്ന, ട്രേഡ് യൂണിയൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡുള്ള കമ്മ്യൂണിറ്റി ആണെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ഏരിയയിൽ നമ്മുടെ ലൊക്കേഷൻ, നമ്മുടെ പ്ലാന്റ് ലൊക്കേഷൻ നമ്മൾ ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ കൃത്യമായിട്ട് അവിടുത്തെ ലോക്കൽ പീപ്പിൾ അല്ലെങ്കിൽ സോഷ്യലായിട്ടുള്ള ഒരു ഫാക്ടറാണ് ഈ പറഞ്ഞ കമ്മ്യൂണിറ്റി ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് പോസിറ്റീവായിട്ടുള്ള ഒരു ലൊക്കേഷനിലായിരിക്കണം നമ്മൾ നമ്മുടെ പ്ലാന്റ് തിരഞ്ഞെടുക്കേണ്ടത്. നെക്സ്റ്റ് ഒരു ഫാക്ടർ വരുന്നത് സ്യൂട്ടബിലിറ്റി ഓഫ് ക്ലൈമറ്റ് ആണ്. ചില പ്രൊഡക്ഷൻ പ്രോസസ്സിനൊക്കെ ചില പ്രത്യേകമായിട്ടുള്ള ക്ലൈമറ്റ് നമുക്ക് ആവശ്യമായിട്ട് വരും. ക്ലൈമറ്റ് ഈസ് റിയലി ആൻ ഇൻഫ്ലുവൻസിങ് ഫാക്ടർ ഫോർ ഇൻഡസ്ട്രീസ് സച്ച് ആസ് അഗ്രികൾച്ചറൽ, ലെതർ ആൻഡ് ടെക്സ്റ്റൈൽ എക്സെട്ര. ഫോർ such industries extreme humid or dry conditions are not suitable for plant location. നമ്മൾ ചില ഇൻഡസ്ട്രിക്ക് അവിടെ എക്സ്ട്രീം ആയിട്ടുള്ള ഹ്യൂമിഡ് ആയിട്ടോ അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനൊക്കെ ഹാംഫുൾ ആയിരിക്കും. അപ്പോൾ അത് ആ തരത്തിലുള്ള അഗ്രികൾച്ചറൽ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയോ ലെതർ ഇൻഡസ്ട്രിയോ ഒന്നും ആപ്റ്റ് അല്ലാത്ത ഒരു ക്ലൈമറ്റ് ഉള്ള ഭാഗത്തൊരിക്കലും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ക്ലൈമറ്റ് ക്യാൻ എഫക്റ്റ് ദ ലേബർ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ക്ലൈമറ്റ് നല്ല ആപ്റ്റായിട്ടുള്ള ക്ലൈമറ്റ് അല്ല എങ്കിൽ അത് ലേബർ എഫിഷ്യൻസിനെയും വർക്ക് മാൻ പീപ്പിളിൻ്റെ അല്ലെങ്കിൽ എംപ്ലോയീസിൻ്റെ പ്രൊഡക്ടിവിറ്റിയെയും അതെന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യാനായിട്ട് കാരണമാകും. നല്ല ക്ലൈമറ്റ് കണ്ടീഷൻ ഉള്ള ഒരു ലൊക്കേഷൻ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. നെക്സ്റ്റ് ഒരു ഫാക്ടർ വരുന്നത് സ്യൂട്ടബിലിറ്റി ഓഫ് ലാൻഡ് ആണ്. നമുക്കറിയാം ടോപ്പോഗ്രാഫി ആൻഡ് സോയിൽ സ്ട്രക്ചർ ഓഫ് ദി ലാൻഡ് മസ്റ്റ് ബി കാപ്പബിൾ ഓഫ് ബിയറിംഗ് ലോഡ്സ് ഓഫ് ഫൗണ്ടേഷൻസ്. നമ്മുടെ ഫൗണ്ടേഷനെ താങ്ങാൻ പറ്റുന്ന ഒരു സോയിൽ സ്ട്രക്ചർ ആയിരിക്കണം നമ്മുടെ പ്ലാന്റ് ലൊക്കേറ്റ് ചെയ്യുന്ന ഭാഗത്തുണ്ടായിരിക്കേണ്ടത്. ദെൻ സൈറ്റിൻ്റെ സൈസ്, നമുക്ക് ആപ്റ്റായിട്ടുള്ള പാർക്കിംഗ് സ്പേസും നമ്മുടെ പ്രൊഡക്ഷൻ ഫെസിലിറ്റീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള അതിനൊക്കെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ആയിരിക്കണം. നമുക്ക് ആൾസോ ലീവ് സഫിഷ്യൻറ്റ് റൂം ഫോർ ഫ്യൂച്ചർ എക്സ്പാൻഷൻ. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും എക്സ്പാൻഷനൊക്കെ നടത്തണമെങ്കിൽ അതൊക്കെ നടത്താൻ പറ്റിയ രീതിയിലുള്ള ഒരു ലാൻഡ് ആയിരിക്കണം നമ്മൾ നമ്മുടെ ചൂസ് ചെയ്യുന്ന ലൊക്കേഷന് വേണ്ടിയിട്ട്
ഉണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ലാൻഡ്, അവിടുത്തെ സോയിൽ, അവിടുത്തെ ടോപ്പോഗ്രാഫി, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്ലാന്റ് ലൊക്കേഷനെ ഡിസൈഡ് ചെയ്യുന്നതിൽ വളരെ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണെന്ന് അർത്ഥം. നെക്സ്റ്റ് ഒരു ഫാക്ടർ വരുന്നത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. നമ്മുടെ ഓണ്ടർപ്രണറുടെ ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് ചില ലൊക്കേഷനുകളുമായിട്ടുണ്ടാവാം. അത് ആ ഓണ്ടർപ്രണർ സ്വാഭാവികമായിട്ടും കൺസിഡർ ചെയ്യും. നമ്മുടെ എന്താ പറയുക, ബർത്ത് പ്ലേസ്, അതുപോലെ നമുക്ക് കുറച്ച് അറ്റാച്ച്മെൻ്റ് ഉള്ള ചില ഏരിയകളൊക്കെ ഉണ്ടെങ്കിൽ ആ എൻ്റർപ്രണർക്കുള്ള ആ ലൊക്കേഷനുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് എന്ത് ചെയ്യും, പ്ലാന്റ് ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുന്നതിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. പല എൻ്റർപ്രണേഴ്സും അവരുടെ ബർത്ത് പ്ലേസൊക്കെ അവരുടെ ഹോം ടൗൺ എന്ത് ചെയ്യും, അവരുടെ ഒരു ഇൻഡസ്ട്രിയൽ ഡ്രീം ഫുൾഫിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കും. അപ്പോൾ അതൊരു പേഴ്സണൽ പ്രിഫറൻസ് ആയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. ദെൻ സെക്കൻഡ് ലാസ്റ്റ് ഒരു ഫാക്ടറായിട്ട് നമ്മളിവിടെ പറയുന്നത് വേസ്റ്റ് ഡിസ്പോസലാണ്. നമുക്കറിയാം മിക്ക ഫാക്ടറികളും ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു പ്രോബ്ലമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ്. അത് കൃത്യമായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ആപ്റ്റായിട്ടുള്ള സൗകര്യങ്ങളില്ലാത്തൊരു ലൊക്കേഷനാണ് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് അതൊരുപാട് ലീഗൽ ഇഷ്യൂസും പൊളിറ്റിക്കൽ ഇഷ്യൂസും അതേപോലെ അങ്ങനെയുള്ള കമ്മ്യൂണിറ്റി ഇൻ്റർവെൻഷനൊക്കെ നമുക്ക് ഒരുപാട് നെഗറ്റീവായിട്ട് വരാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഈസ് എ മേജർ പ്രോബ്ലം ദാറ്റ് ഈസ് പർട്ടിക്കുലർലി ഫോർ ഇൻഡസ്ട്രി സച്ച് ആസ് കെമിക്കൽ, ഷുഗർ ആൻഡ് ലെതർ എക്സെട്ര. ഇങ്ങനെയുള്ള ഇൻഡസ്ട്രിയിലൊക്കെ പ്രത്യേകിച്ചും വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഫാക്ടറി സൗകര്യങ്ങളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഫാക്ടറി സെറ്റപ്പുകൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു പ്ലാന്റ് ലൊക്കേഷൻ ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അത് ഡിസ്പോസലിന് പറ്റിയ ചേർന്ന ലീഗലായിട്ട് തന്നെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ മാത്രമേ നമ്മുടെ പ്ലാന്റ് ലൊക്കേഷനായിട്ട് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ ദ ലാസ്റ്റ് നമ്മൾ പറയുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ ആൻഡ് ഫ്രീ ട്രേഡ് സോൺസ് ആണ്. അതായത് നമുക്ക് അറിയുന്നുണ്ടാവും മിക്ക രാജ്യങ്ങളും അവരുടെ ഗവൺമെൻറ് തന്നെ ഫ്രീ സോണുകളും അതേപോലെ ഇൻഡസ്ട്രിയൽ ഏരിയകളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഫോർ ദി പർപ്പസ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഇൻഡസ്ട്രീസ്. ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള ഇത്തരത്തിൽ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഫ്രീ ട്രേഡ് സോൺസും അതേപോലെ ഇൻഡസ്ട്രിയൽ ഏരിയകളൊക്കെ സ്വാഭാവികമായിട്ടും സപ്ലയേഴ്സ് ധാരാളം അവരുടെ റോ മെറ്റീരിയലിൻ്റെ സപ്ലയേഴ്സും അതുപോലെ അവരുടെ ആ മാർക്കറ്റിനോട് യോജിച്ച തരത്തിലുള്ള ഒരുപാട് ഫെസിലിറ്റീസൊക്കെ ഒരുക്കിയിട്ടുള്ള ഏരിയ ആയിരിക്കും ഇൻഡസ്ട്രിയൽ ഏരിയയും അതേപോലെ ഫ്രീ സോൺസൊക്കെ. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ പ്ലാന്റ് ലൊക്കേഷൻ ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സബ്സിഡീസും ലോണും ബെനിഫിറ്റ്സും അതേപോലെ സെയിൽസ് ടാക്സിലുള്ള എക്സംഷൻസൊക്കെ കിട്ടാനുള്ള ഒരുപാട് സാധ്യതകളുണ്ടായിരിക്കും. അത് പരിഗണിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഫേമുകളും തീരുമാനമെടുക്കുക.